വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ കാമില റബ്ബി തമ്മി ബിൽ ഖൈരി വസഅദ. അതെ, നിങ്ങളുടെ സംശയം ശ്രദ്ധയിൽ വന്നു. ഇന്നലെ വന്നിരുന്നു, പക്ഷേ നെറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അതിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ പറഞ്ഞത് കുളിയിൽ എല്ലാ ഭാഗവും രോമക്കുത്തു വരെ വെള്ളം ചേരണമെന്ന നിർബന്ധം തന്നെയാണ്. അത് ഒഴിവായി കഴിഞ്ഞാൽ കുളി സഹീഹാവുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടിച്ചൊളിഞ്ഞ സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മൾ മനോഹരം ചെയ്യുന്ന ഭാഗങ്ങൾ, പൊക്കിളിൻ്റെ ഭാഗങ്ങൾ, ഇവിടെ എല്ലാം വെള്ളം ശരിക്ക് ചേർന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ കുളി സഹീഹാവുകയുള്ളൂ. നല്ല മുടിയൊക്കെ ഉണ്ടെങ്കിലും മുടിയുടെ ഉള്ളിലേക്ക് വിരൽ കടത്തിയിട്ട് ഇങ്ങനെ അവിടേക്ക് വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ തന്നെ കുളിക്കേണ്ടത്. പിന്നെ കുളിയുടെ ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത്. നിയ്യത്താണ് കുളിയുടെ ആദ്യത്തോട് അതിനെ അന്വരിപ്പിക്കുക എന്നാണ്. അപ്പോൾ കുളി തുടങ്ങി പകുതി ആയപ്പോഴാണ് നമുക്ക് ഓർമ്മയായത്. അപ്പോഴാണ് നിയ്യത്ത് വെച്ചെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ശരിയായി. പിന്നെ രണ്ടാമത്തെ കഴുകലിലാണ് ബാക്കിയുള്ളത് സഹീഹാവുന്നത്. കാരണം പിന്നെ നമ്മൾ വെള്ളം കോരിപ്പാരും അല്ലെങ്കിൽ നമ്മൾ മുങ്ങും, ഇതൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സഹീഹാവും. അപ്പോൾ നിങ്ങളുടെ സംശയം നിൽക്കുന്നത്, അങ്ങനെ കുളി കഴിഞ്ഞു, പിന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായത് എങ്കിൽ ആ കുളി സഹീഹായിട്ടില്ല. അതിനുശേഷം നിങ്ങൾ എടുത്ത ഇബാദത്തുകൾ മടക്കേണ്ടി വരും. കാരണം കുളി സഹീഹായിട്ടില്ല. അതുകൊണ്ട് ആ കുളിയോട് ബന്ധപ്പെട്ട് വരുന്ന ഇബാദത്തുകളും സഹീഹാവുകയില്ല എന്നത് തന്നെയാണ്. പിന്നെ അതിനോടനുബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞത്, അങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കഴുകിയാൽ മതിയോ എന്നാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. ഞാൻ നിയ്യത്ത് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. നിയ്യത്ത് വെച്ചു, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തെർത്തീബായിട്ട് കൊണ്ടുവരണം. അതായത് ഫസ്ലൊന്നും പാടില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നു അവിടെ സമയദൈർഘ്യം ഉണ്ടായി എന്നാണ്. ഈ സമയദൈർഘ്യം ഉണ്ടായത് കൊണ്ട് നിയ്യത്ത് വെച്ചു കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു കുളി കുളിക്കേണ്ടി വരുമെന്നല്ല, കുളിക്കണം. കുളിച്ചാലേ ശരിയാവുകയുള്ളൂ. അല്ലാതെ നമുക്കൊരു ഭാഗത്ത് ഇപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ നമുക്ക് മനസ്സിലായി നമ്മുടെ നിയ്യത്ത് അവിടെ ബാക്കിയുണ്ട്, നിയ്യത്തിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ഒഴിവായി. ഈ ഒഴിവായത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞെങ്കിൽ ആ നിസ്കാരം നമ്മൾ മടക്കണം എന്നതാണ്. ഇനി അതേ സമയത്ത് കുളി കഴിഞ്ഞു, പിന്നെ മറ്റു പല പ്രവർത്തികളിൽ ഏർപ്പെട്ടു. ചിലപ്പോൾ സുബഹിക്ക് കുളിച്ചു, പിന്നെ മഗ്‌രിബിന് അല്ലെങ്കിൽ അസറിനൊക്കെയാണ് അറിയണമെങ്കിൽ അതിന്റെ ആ ഒരു ദൈർഘ്യം കൊണ്ട് അതിന്റെ തെർത്തീബാത്തുകളെല്ലാം നമ്മളിന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് വെച്ചിട്ട് നമ്മളൊരു കുളിക്കൽ തന്നെ വേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുളിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. നല്ലോണം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ ആ കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ അത് ശരീരാബാധ വന്നാൽ പള്ളിയിൽ കയറൽ ഹറാമാവും, മുസഹഫ് തൊടൽ ഹറാമാവും, നിസ്കാരം ഹറാമാവും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ബാക്കിൽ വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകളും നമ്മൾ അലട്ടുകയും ചെയ്യും. പൈശാചികമായ ശല്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയം എന്നല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. എല്ലാവരും വിവരമുള്ളവരാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചില സമയങ്ങളുടെ തിരക്കോ കൊണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നത് ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും ഈ മസല വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ സംശയത്തിന്റെ മറുപടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.